നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എങ്ങനൊക്കെ കിടന്നിനി മലക്കം മറിഞ്ഞാലും പിണറായിയുടെ അണ്ണാക്കിലെ പിരിവെട്ടും പല വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതൊന്നും ഞങ്ങൾ അറിയാതെയാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ വരുന്ന ഒരു ചോദ്യം, ഭരിക്കാൻ എന്തിനാ കസേരയിൽ കയറി ഇരിക്കുന്നു എന്നതാണ്. ഒരു നയം സ്വീകരിക്കുക ഭരിക്കുന്ന സർക്കാരാണ്, ആ നയം നടപ്പിലാക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ ജോലി. എന്നാൽ ഇവിടെ കേരളത്തിൽ നേരെ തിരിച്ചാണെന്ന് തോന്നുന്നു. ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകാനുള്ള യോഗമാണ് നടന്നതെന്ന്. മദ്യനയത്തിൽ ടൂറിസം മേഖലയിൽ അഭിപ്രായത്തിനാണ് യോഗം ചേർന്നതെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം. ബാർക്കോഴ കേസിൽ എക്സൈസ് ടൂറിസം മന്ത്രിമാർ പറയുന്നത് പച്ചക്കള്ളമാണെന്നും മദ്യനയവുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചതിന് തെളിവുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നു. മെയ് 21-ന് മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് സൂം മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെന്നും അതിൽ ബാർ ഉടമകൾ പങ്കെടുത്തതായും മീറ്റിംഗിന്റെ ലിങ്ക് തന്റെ പക്കലുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ടൂറിസം വകുപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും സമയപരിധി നീട്ടുന്നതിനെക്കുറിച്ചും മെയ് 21-ലെ യോഗത്തിൽ ചർച്ചയുണ്ടായി. അതിനെ തുടർന്നാണ് ബാർ ഉടമകൾ പണപ്പിരിവിനുള്ള നിർദ്ദേശം നൽകുകയും ഇക്കാര്യം ഇടുക്കി ജില്ലാ പ്രസിഡന്റിലൂടെ പുറത്തുവരികയും ചെയ്തത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. നയരൂപീകരണം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഭാഗമാണ്. എന്നാൽ അവർ അറിയാതെ ചീഫ് സെക്രട്ടറി നയത്തിന് രൂപം നൽകാൻ മുന്നിട്ടിറങ്ങിയെന്ന് വേണം പുതിയ വിശദീകരണം ചർച്ചയാക്കുന്നത്. ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല യോഗം വിളിച്ചു ചേർത്തതുപോലും. സാധാരണ രീതിയിൽ എല്ലാ വർഷവും മദ്യനയവുമായി ബന്ധപ്പെട്ട് എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിൽ ഒരു യോഗം നടക്കാറുണ്ട്. അത് സാധാരണ നടപടിക്രമമെന്നാണ് ടൂറിസം വകുപ്പ് ഇപ്പോൾ ഉരുണ്ടു കളിക്കുന്നത്. എന്നാൽ മുൻപൊന്നും ഇത്തരം യോഗങ്ങൾ വിളിച്ചതിന് ഒരു തെളിവുകളുമില്ല. സാധാരണ മദ്യനയത്തിലെ യോഗങ്ങൾ എക്സൈസ് വകുപ്പാണ് വിളിക്കാറുമുള്ളത്. അതീവ ദുരൂഹമായ പലതും കേരളത്തിൽ നടക്കുന്നതിന് തെളിവാണ് ഇതെല്ലാം. സാധാരണ ഇടത് ഭരണമെത്തുമ്പോൾ നയങ്ങളെല്ലാം രാഷ്ട്രീയ തീരുമാനങ്ങളാകുകയാണ് പതിവ്. ഇതാണ് ഇവിടെ തെറ്റുന്നത്. ബാർക്കോഴയിൽ ആരോപണം ശക്തമാകുമ്പോഴാണ് ഇതെല്ലാം. ടൂറിസം വകുപ്പിന്റെ വിശദീകരണം ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത്. മന്ത്രി അറിയാതെ ഞങ്ങളാണ് എല്ലാം ചെയ്തത് എന്ന് ഉദ്യോഗസ്ഥർ സ്വയം അങ്ങ് കുറ്റമേറ്റെടുക്കുകയാണ്. മദ്യനയവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലെ അഭിപ്രായം അറിയാൻ വേണ്ടി ചീഫ് സെക്രട്ടറിയാണ് എല്ലാ വകുപ്പ് സെക്രട്ടറിമാർക്ക് യോഗം വിളിച്ച് നിർദ്ദേശം നൽകിയത്. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം വകുപ്പ് സെക്രട്ടറിമാർ അവരുടെ വകുപ്പുകൾക്ക് കീഴിൽ അഭിപ്രായ സ്വരൂപണത്തിന്റെ ഭാഗമായി അവരുടെ മേഖലകളിൽ വരുന്ന ആളുകളെ വിളിച്ചു ചേർത്ത് യോഗം ചേർന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ടൂറിസം വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചത്. ഇത് സൂം മീറ്റിംഗ് ആയിരുന്നു. ബാർ ഉടമകളടക്കം ഇതിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ മന്ത്രിയുടെ ഇടപെടലോ നിർദ്ദേശമോ ഒന്നും ഇല്ല എന്നാണ് ടൂറിസം വകുപ്പ് പറയുന്നത്. മദ്യനയത്തിൽ ഒരു ചർച്ചയും നടന്നില്ല എന്ന് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് വിശദീകരിച്ചു. പിന്നാലെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ പ്രതികരണം നടത്തി. തൊട്ടുപിറകെ ടൂറിസം വകുപ്പിൽ നടന്ന യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തു വന്നു. ഇത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി. ഇതിന് പിന്നാലെയാണ് മന്ത്രിമാർ അറിയാതെയാണ് നയരൂപീകരണ യോഗം നടത്തിയതെന്ന വാദം ടൂറിസം വകുപ്പ് ചർച്ചയാക്കുന്നത്.